അമ്മണിക്കുട്ടിക്കും അപ്പുണ്ണിക്കും വൈകിട്ട് കഴിക്കാൻ നമുക്ക് അമ്മണിക്കൊത്ത് ഉണ്ടാക്കിയാലോ. അപ്പുണ്ണി KG സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അപ്പുണ്ണിക്ക് കൊടുത്തു വിട്ടിരുന്ന സ്നാക്സിൽ ഒരൈറ്റം ആയിരുന്നു കേട്ടാ ഈ അമ്മണിക്കൊത്ത്. ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കേട്ടാ. ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പ്, മധുരം ഇഷ്ടമുള്ളവർക്ക് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. ഒരു നുള്ളു ജീരകവും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് നല്ല മയത്തില് കുഴച്ചെടുക്കാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇടിയപ്പത്തിന്റെ പരുവത്തിൽ വേണം കേട്ടോ നമുക്കിത് കുഴച്ചെടുക്കാൻ. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. മാവ് ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമുക്കത് ഇഡ്ലി ചെമ്പിൽ വെച്ച് ആവിയില് ബോൾസ് ഒക്കെ നന്നായി ആവിയിൽ വെന്ത് ചൂടാറിയതിനു ശേഷം നമുക്ക് അമ്മിണിക്കൊത്ത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉഴുന്ന്, വറ്റൽമുളക്, കറിവേപ്പിലയിട്ട് നമുക്ക് നന്നായി പൊട്ടിച്ചെടുക്കാം. അത് നന്നായി അങ്ങ് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. നാളികേരത്തിന്റെ വെളുത്ത നിറത്തിൽ നിന്ന് ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് ചേഞ്ച് ആവുമ്പോൾ നമുക്ക് അതിലേക്ക് അമ്മിണിക്കൊത്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പോ ഇളം മധുരത്തിന് ചെറിയ പഞ്ചസാരയോ ഈ സമയത്ത് ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ അമ്മിണിക്കൊത്ത് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അമ്മിണിക്കൊത്തൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങള് അപ്പുണ്ണിയെ കൂട്ടാൻ ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ടാ. അപ്പുണ്ണിയെ കൂട്ടിയിട്ട് വന്നിട്ടാണ് കേട്ടാ അമ്മിണിക്കുട്ടി എന്നും ചായ കുടിക്കാറ്. നമ്മൾ വീട്ടിൽ നിന്ന് നടന്നെത്തിയതും അപ്പുണ്ണിയുടെ ബസ് എത്തിയിട്ടാ. വീട്ടിലേക്ക് തിരിച്ചെത്തി അമ്മിണി അപ്പുണ്ണിയും അമ്മിണിക്കൊത്തൊക്കെ കൂട്ടി ചായ കുടിച്ചു കേട്ടാ. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അമ്മിണിക്കുട്ടിയും ഞാനും കൂടി ഉണ്ടാക്കിയ ഈ അമ്മിണിക്കൊത്ത് പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ.